ഈ സമയത്ത് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ വനത്തിനുള്ളിലെ കുമ്പാവട്ടി വെള്ളച്ചാട്ടം. ഞങ്ങളും കുമ്പാവട്ടിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് വന്നതാണ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഇനി വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന എൻട്രൻസിൽ നിന്ന് 1/2 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു വേണം നമുക്കിനി വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറ്റാലം കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട്ടുകാരും ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ കുമ്പാവട്ടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. വെള്ളച്ചാട്ടത്തിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 50, കുട്ടികൾക്ക് 25 രൂപയാണ്. അതുപോലെ തന്നെ പാർക്കിങ്ങിന് കാറിനാണെന്നുണ്ടെങ്കിൽ 75, ഓട്ടോയ്ക്ക് 50, ബൈക്കിന് 30, അങ്ങനെയൊക്കെയാണ് പാർക്കിംഗ് ഫീസും വാങ്ങുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ഞങ്ങൾ വന്നപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. ഏകദേശം ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കുറ്റാലം പോയി അവിടുന്ന് ഗുണ്ടാർ ഡാം, മേക്കര, തിരുമലക്കോല് ഇവിടെയൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കുറ്റാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഒന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ കാത്തിരിക്കണം. അതൊക്കെ കൊണ്ടായിരിക്കണം ഇവിടേക്കൊക്കെ ഒരുപാട് ആളുകൾ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്തോറും ആളുകൾ കുളിച്ചിട്ട് തിരികെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്ക് കുളിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയമാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുളിക്കാൻ പറ്റും. കോന്നി റിസർവ് ഫോറസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന വനമേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ആനിമൽസിനെല്ലാം കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും ഒന്നിനെയും കണ്ടിട്ടില്ല. ഈ ഒരു റൂട്ടിൽ ഒരു വൺ ഡേ ട്രിപ്പ് വരുവാന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. കുമ്പാവട്ടി വരുവാന്നുണ്ടെങ്കിൽ കുമ്പാവട്ടിക്ക് വളരെ അടുത്തായിട്ടാണ് മേക്കര. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ മേക്കരയിലേക്ക്. മേക്കര വില്ലേജ്, അടവിനേനാർ ഡാം, തിരുമലക്കോവില്, അതുപോലെ തന്നെ ഗുണ്ടാർ ഡാം, സുന്ദരപാണ്ഡ്യപുരം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം, മഴക്കാലത്തല്ലാതെ വേനൽ ടൈമിൽ ഈ ഏരിയയിലോട്ട് വരാനേ നിൽക്കരുത്.
അങ്ങനെ ഞങ്ങൾ ഏകദേശം വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. വന്ന സ്ഥിതിക്ക് കുളിക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം കുളിച്ചു. ഇവിടുന്ന് തന്നെ തിരികെ മടങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.